അവരുടെ ജോലിയാണ്, അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ്. പക്ഷെ നമ്മുടെ സുരേഷ് അണ്ണന് ഇതൊന്നും പറയാൻ അറിയില്ല. കാരണം ചാണകത്തിൽ മുങ്ങിപ്പോയാൾ ചാണകത്തിൽ മുങ്ങുന്നത് വരെ നല്ലൊരു വ്യക്തിയായിരുന്നു. ചാണകത്തിൽ മുങ്ങിയതിന് ശേഷം ചാണകം തിന്ന് ജീവിക്കുന്ന ഒരു വണ്ടിനെ പോലായി. അപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന സുരേഷ് ഗോപി, നീ ആരോടാ എന്നോട് ചോദ്യം ചോദിക്കാൻ? അത് ബ്രിട്ടാസിൻ്റെ വീട്ടിൽ അക്ഷരം മാറ്റണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് അങ്ങ് ആയി. എന്തൊരു കഷ്ടമല്ലേ? ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ചാണകം കലരുന്നതോടുകൂടി ഇങ്ങനെയുള്ള നല്ല വ്യക്തിയും നല്ല വ്യക്തിത്വവും എല്ലാം എവിടേക്കും നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കറിയാം, ഇതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച രാജ്യസഭയിൽ ഒരു ചർച്ച ഉണ്ടായ സമയത്ത് ജോൺ ബ്രിട്ടാസും നമ്മുടെ ഈ സുരേഷ് ഗോപിയും കയറി മുട്ടി. ആ മുട്ടിയ സമയത്ത് ജോൺ ബ്രിട്ടാസ് പല കാര്യങ്ങൾ പറയുമ്പോഴും സുരേഷ് ഗോപിക്ക് അസഹിഷ്ണുതയായിരുന്നു. അപ്പോൾ അതിൽ ഈ ജോൺ ബ്രിട്ടാസ് പറയുകയുണ്ടായി, സാർ ഈ പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൊരു മുന്നേ ഉണ്ട്, ആ മുന്നേ നമുക്ക് ഇവിടെ കാണാം സാർ, നമുക്ക് ഈ രാജ്യസഭയെ കാണാം സാർ എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് കയറി നല്ല രീതിയിൽ കൊണ്ടു. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി എന്നുള്ള പേര്